സംസ്ഥാനത്തിൻ്റെ യാത്രാ സൗകര്യം, റോഡുകളുടെ അവസ്ഥ അങ്ങേയറ്റം ശോചനീയമായ നില. നമ്മുടെ രാജ്യത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലും നല്ല റോഡുകൾ പണിയുന്നു. നാഷണൽ ഹൈവേയുടെ ഭാഗമായി നല്ല രീതിയിൽ വേഗതയോടെ യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല റോഡുകൾ പണിതിരിക്കുന്നു. നമുക്ക് മാത്രം അത് കഴിഞ്ഞില്ല. എന്തായിരുന്നു കാരണം? നാഷണൽ ഹൈവേ എന്നത് നിർമ്മിക്കുന്നത് മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പൈ അതിൽ ചെലവില്ല. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഭൂമി ഏറ്റെടുക്കുന്നതിന് ആവശ്യമായ പണം നാഷണൽ ഹൈവേ അതോറിറ്റി നൽകും. നമ്മൾ ഏറ്റെടുത്ത് കൊടുക്കേണ്ട ചുമതല മാത്രമേ വഹിക്കേണ്ടതുള്ളൂ. ആ ചുമതല വഹിക്കാൻ ബാധ്യതപ്പെട്ട ഗവൺമെൻറ് അത് വഹിക്കാൻ തയ്യാറായില്ല. നമ്മുടെ നാട്ടിലെ ചില താർക്കിക വിദഗ്ധന്മാർ ഉന്നയിച്ച വാദഗതിയുടെ കൂടെ നിൽക്കുന്ന നിലയാണ് ഗവൺമെൻറ് അക്കാലത്ത് സ്വീകരിച്ചത്. അത് ബസ് പോകുന്നതിന് എന്തിനാണ് വലിയ വീതിയിലുള്ള റോഡ്? അവർ ഒരു ബസ്സിൻ്റെ വീതി കണക്കാക്കുന്നു. 2 ബസ് പോകാൻ ആ വീതിയിൽ എത്ര സ്ഥലം വേണമെന്ന് അവർ കണക്കൂട്ടുന്നു. അത്രയും സ്ഥലമല്ലേ ആവശ്യമുള്ളൂ. അതിനു വേണ്ടിയുള്ളൊരു മീറ്ററും അവർ പറയുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ അന്നത്തെ ഗവൺമെൻറ് അവസാനം രാഷ്ട്രീയ പാർട്ടികളുടെ ആകെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പങ്കെടുത്തു. അതിൽ ഏകണ്ഠമായി തീരുമാനിച്ചു 45 മീറ്റർ വീതിയിൽ റോഡ് എടുക്കണം. ഏറ്റവും കുറഞ്ഞത് 45 മീറ്റർ വീതി വേണം. ഗവൺമെൻറ് നൽകിയ ബ്ലാങ്ക് ചെക്ക് ആര്? കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളാകെ, കേരളമാകെ സമ്മതിച്ചു. എടുത്തോ? അതിനുശേഷം സ്ഥലം 1 ഇഞ്ച് സ്ഥലവും അതിനുശേഷവും എടുത്തില്ല. എന്താ കാരണം? കൂടെ ഇരിക്കുന്ന ചിലർ അത് എടുക്കാൻ പാടില്ല എന്ന് നിർബന്ധിച്ചു. ആ സാഹചര്യത്തിൽ ഇവിടെ പ്രവർത്തിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ആഫീസ് പൂട്ടി സ്ഥലം വിട്ടു. അപ്പോഴാണ് 2016 തെരഞ്ഞെടുപ്പ്. LDF ജനങ്ങളോട് പറഞ്ഞു ഈ നാഷണൽ ഹൈവേ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായതെല്ലാം ചെയ്യുമെന്ന്. ഗവൺമെൻറ് വന്നപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സമീപിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റിയെ തിരിച്ചു വിളിച്ചു. പക്ഷേ അപ്പോഴേക്ക് അവർ ഡിമാൻഡ് മാറ്റി. UDF കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം പിഴയൊടുക്കേണ്ടതായി വന്നു. അവർ പറഞ്ഞു വലിയ വില കേരളത്തിൽ ഭൂമിക്കുണ്ട്. ആ വില കൊടുത്ത് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല, നിങ്ങൾ എടുത്തു തരണം. രാജ്യത്തെവിടെയും അങ്ങനൊരു പതിവില്ല. അതുകൊണ്ട് തന്നെ നാം വലിയ തർക്കം ഉന്നയിച്ചു. ആ തർക്കം നീണ്ടുനിന്ന തർക്കത്തിലേക്ക് പോയി. പക്ഷേ നാം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരുന്നു. കാരണം നാഷണൽ ഹൈവേ വന്നേ തീരൂ. ആ നാഷണൽ ഹൈവേ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവസാനം നമ്മൾ നിർബന്ധിതരായി. അവർ വെച്ച ഒടുവിലത്തെ ചർച്ചകൾക്ക് ശേഷം ഒടുവിലെത്തിച്ചേർന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ നമ്മൾ നിർബന്ധിതരായി. അത് ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി വരുന്ന വിലയുടെ 25% സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ്. അങ്ങനെ 5600 കോടി രൂപ നമ്മൾ അതിനുവേണ്ടി കൊടുക്കേണ്ടി വന്നു. ഇത് UDF സർക്കാരിൻ്റെ ഭാഗമായി കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് നാം ഒടുക്കേണ്ടി വന്ന പിഴയാണെന്ന് കാണണം. അതിനു മുൻപ് ഒരിടത്തും ഇത്തരത്തിൽ പണം നൽകിയ അനുഭവം രാജ്യത്തില്ല. അതിനുശേഷവും ഈ വ്യവസ്ഥ ഒരിടത്തും നടപ്പാക്കിയിട്ടുമില്ല. നമുക്ക് മാത്രം ഇത് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിൽ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകുന്ന നിലയുണ്ടായി. ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് എന്തോ LDFൻ്റെ പടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്ത് വരാൻ തയ്യാറാകുന്നുണ്ട്. അത് ശരിയാണ്. LDFന് സാധാരണഗതിയിൽ അതിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. എങ്ങനെ? ഞങ്ങൾ ഇട്ടേച്ച് പോയ ഒരു പണി ഞങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ എത്തിച്ചൊരു കാര്യം നിങ്ങളെന്തിന് യാഥാർത്ഥ്യമാക്കാൻ പോയി എന്ന് LDFനോട് ചോദിക്കാം. നിങ്ങൾ ഈ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡ് ഇങ്ങനെ പണിയാനിടയായത്? റോഡ് പണിതത് കൊണ്ടല്ലേ ഈ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത്? അപ്പോൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം. പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ്
ഞങ്ങൾ കാണുന്നത്. അതിൽ യാതൊരു പിഴവും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല. ആ നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിൻ്റെ ആ മുതൽ ക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവർക്കതിന് പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട്. അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല. എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ് നടക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില നടപടികളിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ നാഷണൽ ഹൈവേയുടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നുവെന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വല്ലാത്ത വാസനയുള്ളവർക്ക് കിട്ടിപ്പോയൊരവസരം, നാഷണൽ ഹൈവേയിൽ ചിലയിടത്ത് ചില അപകടം ഉണ്ടായല്ലോ, അപ്പോൾ ഇവരുടെ കൊള്ളരുതായ്മയല്ലേ, ഇവർക്കല്ലേ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാൻ, എന്തും പറയാൻ ശേഷിയുണ്ട് എന്നുള്ളത് കൊണ്ട് സാധാരണ ചൊല്ലുണ്ടല്ലോ, എല്ലാം പറയാം മഹത, എന്തും പറയാം വഷളാന്ന്. അപ്പോൾ ആ ഒരു അവസ്ഥ വെച്ച് എന്തും പറയുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിക്കുന്ന നിലയാണ് എന്നതേ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇവിടെ LDFന് അതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ആ വർക്ക് നല്ല നിലക്ക് നടക്കണം, വീഴ്ചകൾ പറ്റിയത് പരിഹരിച്ചു പോകണം, ആ വീഴ്ചയായി കണ്ടുകൊണ്ട് നടപടികളിലേക്ക് കടക്കണം. അതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ്. അത് അവർ നിറവേറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെയും ചിന്തിക്കേണ്ട കാര്യം, ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ യാത്ര ചെയ്താൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം നല്ല രീതിയിൽ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ നില LDF അല്ല 2016 അധികാരത്തിലിരുന്നെങ്കിൽ തുറന്നുള്ള ഈ 9 വർഷവും LDF ആയിരുന്നില്ല എങ്കിൽ ഉണ്ടാകുമായിരുന്നോ? ഉറപ്പാണ് ഉണ്ടാകുമായിരുന്നില്ല എന്ന്. അതല്ലേ വസ്തുത. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരുപാട് തവണ സംസ്ഥാന ഗവൺമെന്റിന്റെ ആളുകളെ സമീപിച്ചു. ഒന്നും ചെയ്യാൻ തയ്യാറില്ല, ഭൂമി ഏറ്റെടുത്ത് കൊടുക്കില്ല. അവസാനം അവരും നാടുവിട്ടു. ഞാൻ ദീർഘമായി പറയുന്നില്ല, അവരെയും തിരിച്ചു വിളിച്ചു 2016. ഇപ്പോ നേരത്തെ ആ ലൈൻ പൂർത്തിയായി. ഇപ്പോ നമ്മുടെ അടുക്കളയിലടക്കം, പല പട്ടണങ്ങളിലെയും അടുക്കളയിലടക്കം ആ ഗ്യാസ് പാചകവാതകമായിട്ട് എത്തുകയാണ്. നമ്മുടെ ഫാക്ടറികളിൽ ഇന്ധനമായിട്ട് എത്തുകയാണ്. നാടിൻ്റെ പുരോഗതിക്ക് വലിയ തോതിൽ സഹായിക്കുന്നൊരു പദ്ധതി. നമ്മുടെ വൈദ്യുതി രംഗം, എടമൺ കൊച്ചി പവർ ഹൈവേ നമ്മുടെ കേരളത്തിന് ഒഴിച്ചുകൂടാത്തൊരു പവർ ഹൈവേ ആയിരുന്നു. ആ പണി കോട്ടയം വരെ എത്തി. കോട്ടയത്തെത്തിയപ്പോൾ അത് നിന്നു. കാരണം ചിലർ തടഞ്ഞു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഗവൺമെന്റ് നേതാക്കളെ പോയി കണ്ടു, അനക്കമില്ല, അവർ നാടുവിട്ടു. അപ്പോൾ ആ പണി ഉപേക്ഷിച്ച മട്ടായി. 2016 LDF സർക്കാർ അവരെ തിരിച്ചു വിളിച്ചു, പണി നടത്താൻ പറഞ്ഞു. പണി നടത്താൻ ചെന്നപ്പോൾ ആ തടഞ്ഞവര് വീണ്ടും രംഗത്ത് വന്നു. കാരണം അവർ കുറച്ച് കേമന്മാരാണ്, അവർ തടഞ്ഞു. പക്ഷേ അവർക്ക് മനസ്സിലായി സർക്കാർ എന്താണെന്ന്. ഇപ്പോൾ ആ ലൈനിലൂടെ ഇപ്പോഴല്ല, നേരത്തെ മുതൽക്ക് നല്ല രീതിയിൽ വൈദ്യുതി പ്രവഹിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇവിടെയാണ് 2016 ജനങ്ങൾ ചൊല്ലിയ ചൊല്ല് നാം ഓർക്കേണ്ടത്. LDF വരും, എല്ലാം ശരിയാകും. ആ ചൊല്ല് യഥാർത്ഥ ചൊല്ലായി മാറ്റി എന്നതാണ് LDF സർക്കാരിന്റെ അവസ്ഥ. ഈ ഓരോ രംഗത്തും വന്ന മാറ്റം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാറ്റിലേക്കും ഞാനിപ്പോൾ പോകുന്നില്ല. ഇവിടെ നമ്മുടെ വികസനം തറച്ചു നിൽക്കുകയല്ല. നമ്മുടെ പശ്ചാത്തല സൗകര്യ വികസനം നല്ല രീതിയിൽ ഉറപ്പാക്കാനുള്ള നടപടികൾ, ഒരു ഭാഗത്ത് തീരദേശ ഹൈവേ, മറ്റൊരു ഭാഗത്ത് മലയോര ഹൈവേ, രണ്ടിനും കൂടി 10,000 കോടി രൂപ സംസ്ഥാനമാണ് ചെലവിടുന്നത്. സംസ്ഥാനം ചെലവിട്ടാണ് ആ റോഡുകൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. നമ്മുടെ ദേശീയ ജലപാത ഏതാനും മാസങ്ങൾ കൊണ്ട്, മാസങ്ങൾ വളരെ ചുരുക്കാവും, ഇതിലൂടെ നമ്മുടെ കനാലിലൂടെ ബോട്ട് സഞ്ചരിക്കുന്ന അവസ്ഥയിലേക്ക് മാറും. കോവളം മുതൽ ബേക്കൽ വരെയുള്ള പാത നല്ല തോതിൽ ഒരു ഭാഗം ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ വലിയ തോതിലുള്ള പുരോഗതിക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. നമ്മുടെ റോഡുകൾ, നമ്മുടെ പാലങ്ങൾ, നമ്മുടെ ഫ്ലൈ ഓവറുകൾ, നമ്മുടെ ഓവർ ബ്രിഡ്ജുകൾ എല്ലാം ഇന്ന് നല്ല രീതിയിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. പശ്ചാത്തല സൗകര്യ രംഗത്ത് വലിയ കുതിപ്പ് നമുക്ക് നേടാൻ കഴിഞ്ഞിരിക്കുകയാണ്.